സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ആർട്ടിമി ഹാച്ചിങ് വീഡിയോ ഇട്ട ടൈമിൽ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് മൊയിനെ കൾച്ചർ ചെയ്യുന്നതെന്നുള്ളത്. സോ ഇത് നമുക്ക് മൊയിനെ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മൊയിന? നമ്മുടെ ഗപ്പീസ് ബീറ്റാസിനൊക്കെ കൊടുക്കുന്ന ഒരു ലൈവ് ഫീഡാണ് മൊയിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവറ്റുള്ള കളറും കാര്യങ്ങളൊക്കെ നല്ലപോലെ ബൂസ്റ്റ് ആവും. ഫിഷിൻ്റെ ഹെൽത്ത് കൂടാനും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിയാണ് മൊയിന നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് കൾച്ചർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തായാലും മൊയിന വേണം. നിങ്ങൾ അടുത്തുള്ള ഒരു അക്വേറിയം ഷോപ്പിൽ പോയിട്ട് മൊയിന വാങ്ങിക്കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. നമുക്ക് മൊയിനെ മേടിക്കുന്നതിന് ആകെ 50 രൂപയെ ചിലവ് വരത്തുള്ളൂ. ഞാൻ വാങ്ങിയതിന് 50 രൂപ ആയിട്ടുള്ളൂ. മൊയിനെ നമുക്ക് ബ്രോ എനിക്ക് ഇച്ചിരിയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. മൊയിനെ വളരെ കുറച്ച് മതി. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം നിങ്ങൾ ഈ ബേസിന് കാണുന്ന പോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു 1 വീക്ക് അടുപ്പിച്ച് ആവാറായ മൊയിന കൾച്ചറാണ്. എൻ്റെ മൊയിന കൾച്ചറാണ് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുന്നത്. നമ്മൾ മൊയിന കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണത്തിലായിട്ട് കൾച്ചർ ചെയ്യാതിരിക്കുക. ചെയ്യുന്ന ടൈമിൽ നമ്മൾ 2-3 എണ്ണത്തിലെങ്കിലും മിനിമം ചെയ്യുക. കാര്യം നമ്മുടെ ഒരു കൾച്ചർ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിൽ നിന്നെങ്കിലും പിന്നീടും കൾച്ചർ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്കുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് മൊയിനെ കൾച്ചർ ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടുന്നത് എന്തെങ്കിലും ഒരു സ്പേസ്. നമുക്ക് ഒന്നെങ്കിലും ഒരു ബേസിൽ എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു ജാർ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ജാർ എടുത്തത്. ഇതുപോലുള്ള ജാറിൽ എടുത്തു കഴിഞ്ഞാൽ ക്രാഷ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എടുക്കുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ ഒരു ബേസിനോ കാര്യങ്ങളോ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ആദ്യം നമ്മൾ അതിനകത്ത് വെള്ളം ആഡ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ മൊയിനെ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവറ്റുള്ള ഫീഡായിട്ടുള്ള ഈസ്റ്റ് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ഈസ്റ്റ് കൂടുതൽ ആഡ് ആയാലും പ്രശ്നമാണ്, കുറവ് ആഡ് ആയാലും പ്രശ്നമാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ മൊയിനെ ഇറക്കി വിടുന്നതിന് മുന്നേ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഈസ്റ്റ് കൊടുക്കുക. കാരണം എങ്കിലേ അവർക്ക് ഫീഡായിട്ട് അത് എടുക്കാൻ പറ്റൂ. അവർ മൾട്ടിപ്പിൾ ആവും. അവരെ നമുക്ക് ഇഷ്ടം പോലെ ആക്കി എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഇതുപോലെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ആഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ കുറേ ആഡ് ചെയ്യരുത്, വളരെ കുറച്ച് ആഡ് ചെയ്യാവും. എന്നിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. വെള്ളത്തിൻ്റെ കളർ ഒരു ചെറിയ ചേഞ്ച്, അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ട്രാൻസ്പെറൻറ്റ് കളർ മാറിയിട്ട് ഒരു ചെറിയ കലങ്ങിയ രീതി ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മൊയിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ദിവസത്തെ വീഡിയോ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് മൾട്ടിപ്പിൾ ആവുന്ന വീഡിയോ നമ്മൾ എന്തായാലും തൊട്ട് പുറകിൽ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഞാൻ ഉറപ്പായിട്ട് ഇട്ട് തരുന്നതായിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കൾച്ചർ ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൊയിനെ അതിനകത്തോട്ട് ഇറക്കി വിടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കാണിച്ചുള്ള ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് ഇതിനെ മൂടി വെക്കുക. അത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ ഇതിൽ കൊതുക് വന്ന് മുട്ടയിട്ട് കൂത്താടികളായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊയിന കൾച്ചർ മൊത്തത്തിൽ ക്രാഷ് ആയി പോകും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു 2-3 ടിന്നിലെങ്കിലും ഇതുപോലെ ടിന്നല്ല, ഒരു ബേസിന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം മോൾഫാത്ത് ഒരു തുണി വെച്ച് മൂടി ഒരു 2-3 ദിവസം മാറ്റി വെക്കുക. ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മൾട്ടിപ്പിൾ ആവുന്ന കാണാം. ഞാൻ എന്തായാലും ഇത് മൾട്ടിപ്പിൾ ആവുന്ന വീഡിയോ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് ഉടനെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്.